ഹലോ എവരി വൺ, ഇതെന്താണെന്നറിയോ? ഇതാണ് ഒരു സ്പെഷ്യൽ റെസിപ്പിയായ നമ്മുടെ കൊണ്ടാട്ടം കൊണ്ടുണ്ടാക്കിയ കറി. ഇത് ഉഴുന്ന് കൊണ്ടുള്ള കൊണ്ടാട്ടമാണ്. ഈ കൊണ്ടാട്ടം കൊണ്ടുണ്ടാക്കിയ കറിയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ശരി, എന്നാൽ വീഡിയോയിലോട്ട് പോകാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ശരി, വാ വീഡിയോ കാണാം. ഇതാണ് കൊണ്ടാട്ടം. ഇവിടെ ഇതിന് പറയുന്നത് ഒടിയാലു എന്നാണ്. ഉഴുന്നും കൊണ്ടുണ്ടാക്കുന്നതാണ്. എങ്ങനെയാ വെച്ചാൽ ഉഴുന്ന് നമ്മൾ ഇഡ്ഡലിക്ക് കുതിർക്കുന്ന പോലെ കുതിർത്തിട്ട് അതിൻ്റെ കൂടെ പച്ചമുളകും പിന്നെ ജീരകവും ഒക്കെ ചേർത്തിട്ട് അരച്ച് ഇങ്ങനെ ചെറിയ ചെറിയ ഇതായിട്ട് ഇങ്ങനെ വെയിലത്ത് വെച്ച് ഉണങ്ങി എടുത്ത സാധനമാണ്. ഇപ്പോൾ ഇതും കൊണ്ടാണ് നമ്മൾ കറി ചെയ്യാൻ പോകുന്നത്. എന്നാ ആദ്യം നമുക്കിത് വറുത്തെടുക്കാമേ. അതിനായിട്ട് ഞങ്ങൾക്ക് എണ്ണ വിടാൻ കഴിഞ്ഞപ്പം ഈ കൊണ്ടാട്ടം എല്ലാം കൂടെ അതിലേക്ക് ഇട്ടു. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വറുത്ത് മൂപ്പിച്ചെടുക്കാം. നമുക്കത് വറുത്ത് കഴിഞ്ഞപ്പം പിന്നെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞപ്പം താളിമ്പ് വെച്ചിട്ട് അത് കടുക് വറക്കാൻ ഉപയോഗിക്കുന്ന ഇതെല്ലാം കൂടി ഇട്ടു. അത് പൊട്ടിക്കഴിയുമ്പം അരിഞ്ഞു വെച്ച ഉള്ളി പച്ചമുളകും അതുപോലെ ഒരു രണ്ട് കരിയാപ്പിലേക്ക് ഇട്ട് കൊടുക്കാമേ. ഇതെല്ലാം ഒഴിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഇച്ചിരി ഉപ്പും കൊടുത്തിട്ട് ഇളക്കാം. ഇത് നന്നായിട്ട് വഴന്ന് വരട്ടെ. ഇത് വഴന്നില്ല. എന്നിട്ട് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി വെച്ച് അടുത്തതായിട്ട് മുളക് പൊടി ചേർത്തിട്ട് ഞാൻ അധികം എരിവല്ല, അതുകൊണ്ട് 1 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇട്ടതാണല്ലോ, വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഈ മുളക് പൊടി ഒന്ന് അതിൻ്റെ പച്ചമണം പോയി കഴിയുമ്പം നമുക്ക് അടുത്തായിട്ട് തക്കാളിക്ക് കൊടുക്കാം. ചെറുതായിട്ട് തക്കാളിക്ക് ഇപ്പം നമുക്ക് തക്കാളിക്ക് വഴന്ന് കഴിഞ്ഞിട്ട് അടുത്ത എന്താണെന്ന് പറഞ്ഞാൽ ഈ തക്കാളിക്ക് നന്നായിട്ട് വഴന്നല്ലോ. ഇപ്പം നമുക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇത് ഞാൻ വറുത്ത് പൊടിച്ചതാണ്, അതുകൊണ്ടാണ് ഇപ്പം ചേർക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച മല്ലിപ്പൊടിയാണെങ്കിലേ നമ്മൾ മുളക് പൊടി ഇട്ടില്ലേ, ആ മുളക് പൊടി ഒന്ന് വഴന്ന് കഴിയുമ്പം ചേർക്കാം കേട്ടോ. ഇത് വറുത്ത് പൊടിച്ചതായതുകൊണ്ട് ഇപ്പം ചേർത്തേ. ഇനിയിപ്പം നമുക്ക് ഇത് ഞാൻ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ എടുത്ത് വെള്ളമാണ് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം വേണോ അതിൻ്റെ അനുസരിച്ച് കൺസിസ്റ്റൻസി നോക്കിയിട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം വേണമെങ്കിൽ പുളി ഉപ്പ് നോക്കി വെച്ച് ഇതിട്ട് കൊടുക്കാം. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പം ഉപ്പ് നോക്കി വെച്ച് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമേ. ഞാൻ മുമ്പ് ഉപ്പ് ചേർത്തില്ല കേട്ടോ, മറന്നു പോയായിരുന്നു. ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പ് ചേർക്കാറുള്ളത്, അതുകൊണ്ട് ചേർത്തൊന്നും ഉദ്ദേശത്തിലായിരുന്നു. ഉപ്പും ചേർത്തിട്ടില്ല. സോ ഇപ്പം ഉപ്പ് ചേർത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ എരിയോ പുളി വേണമെങ്കിൽ പുളിവെള്ളമോ എന്ത് വേണമെങ്കിലും അത് ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു ഇച്ചിരി കൂടെ വെള്ളം ചേർക്കാൻ പോകാൻ ഇത് വെന്ത് കൊഴുത്ത് വരുമ്പോഴത്തേനും ഈ കൺസിസ്റ്റൻസിയിൽ വേണം. എന്നിട്ടല്ലേ നമുക്ക് തോന്നാത്തി ഇളക്കി കഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇത്രയും വെള്ളമാക്കി കേട്ടോ. ഇതിപ്പോൾ കൊഴുത്ത് വരുമ്പോഴത്തേനും നല്ല കൊഴുപ്പാകുന്നിടം വരെ ഇത് വേവിച്ചിട്ട് അന്നേരം നമുക്ക് ആ വറുത്ത് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ചല്ലോ. ഇപ്പം നമുക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചില്ലായിരുന്നോ കൊണ്ടാട്ടം, അത് കൊടുക്കണേ. ഇതിട്ട് ഒരുവിധം ഓൾറെഡി ഇതിന് നമ്മൾ ഈ കൊണ്ടാട്ടത്തിന് ഉപ്പൊക്കെ ചേർത്തല്ലേ, അരച്ചുപ്പും എരിയും ഒക്കെ ഉള്ളത് കൊണ്ട് അതിൻ്റെ അനുസരിച്ച് നമ്മൾ കറിക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതി. കഷ്ണത്തിന് പിടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഇതെല്ലാം കൂടെ ഒന്ന് വേവട്ടെ നന്നായിട്ട്. കണ്ടില്ലേ, നമ്മുടെ ഉഴുന്ന് കൊണ്ടാട്ടം കറി റെഡി. ഇത്രയേ ഉള്ളൂ. ഒന്നുണ്ടാക്കി നോക്കാം. നല്ല വെയിലുള്ള സമയത്ത് ഉഴുന്നുകൊണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് വറുത്ത് ഇങ്ങനെ കറിയാക്കി നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാമേ.